ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ ഗവൺമെൻറ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ക്യാബിനറ്റ് മന്ത്രിമാർ എല്ലാവരും ചാർജ് എടുത്തു. പുതിയ ഹെൽത്ത് സെക്രട്ടറിയായി നമ്മുടെ വേഴ്സ് ട്രീറ്റിംഗ് ആണ് ചാർജ് എടുത്തിരിക്കുന്നത്. ഈ ഇദ്ദേഹം 2021 മുതൽ ലേബർ പാർട്ടിയുടെ ഒരു ഷാഡോ ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പുതിയ ഹെൽത്ത് സെക്രട്ടറിയായി വേഴ്സ് ട്രീറ്റിംഗ് ചാർജ് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവുമുണ്ട്, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യവും ഷെയർ ചെയ്യാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യം ഒരു ന്യൂസ് നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു ന്യൂസ് ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ന്യൂസിൻ്റെ ലിങ്ക് എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതിന് ഒരു ന്യൂസിനെ കുറിച്ച് ഞാൻ പറയാം. സംബന്ധിക്കുന്ന നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റിന് ഇപ്പോൾ പറ്റിയുള്ളൊരു ന്യൂസ് തന്നെയാണ് അത്. ഈ ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകൾ വീണ്ടും ലേറ്റ് ആവും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് എടുത്ത് പറയുന്നത്. ലോജിക്കൽ റീസൺ ആയിട്ട് ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം പുതിയൊരു ഗവൺമെൻറ് വന്നെങ്കിലും റിക്രൂട്ട്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഗവൺമെൻറ് ആണെങ്കിൽ അവർക്ക് കണ്ടെത്തേണ്ടിയിരിക്കണം. അപ്പം നമുക്കറിയാമല്ലോ, ഈ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഫ്രീസായിട്ട് കിടക്കുകയാണ്. പഴയ ഗവൺമെൻറ് സെയിം ഇഷ്യൂ തന്നെ ആയിരുന്നു, അവർക്കും ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ തന്നെ ആയിരുന്നു. അതുപോലെ അവർ ആ 50,000 അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന 50,000 നേഴ്സസിനെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് അത് റിക്രൂട്ട്മെൻറ്റുകൾ ഫ്രീസ് ചെയ്തിട്ടേക്കുമായിരുന്നു. അതുപോലെ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പുതിയ നമ്മുടെ ലേബർ ഗവൺമെൻറ് അവരുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ പറഞ്ഞതനുസരിച്ച് നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള NHSൻ്റെ റിക്രൂട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് അവർക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഫണ്ടിങ് അവർ കണ്ടെത്താൻ വേണ്ടി പറയുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. ടാക്ലിംഗ് ടാക്സ് അവോയ്ഡൻസ് ആൻഡ് ക്ലോസിങ് നോൺ ഡോം ലൂപ്പ് ഹോൾസ്. നമ്മുടെ ടാക്സ് അവോയ്ഡൻസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പ് ചെയ്യുന്ന ആളുകളിൽ നിന്നും കൂടുതൽ അത് കണ്ടുപിടിച്ച് കൂടുതൽ ടാക്സ് തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ ക്ലോസിങ് നോൺ ഡോം ലൂപ്പ് ഹോൾസ്. ഈ നോൺ ഡോം ലൂപ്പ് ഹോൾസ് എന്താണെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ്, നിങ്ങൾ കയറി വായിച്ചു നോക്കുക. നോൺ UK അസറ്റ് ടാക്സ് ആണ്, വിദേശ വരുമാനത്തിന് വേണ്ടി ചുമത്തുന്ന നികുതിയാണ് അതൊക്കെ. അപ്പം അതിൽ നിന്നൊക്കെ ടാക്സ് പിടിച്ച് ഈ ഒരു ഫണ്ടിങ്ങിന് വേണ്ടി കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലേബർ പാർട്ടി പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 5.2 ബില്യൺ പെർ ഇയർ ആണ് ഈ ഒരു ടാക്സിൽ കൂടി അവർ ഫണ്ടിങ്ങിന് വേണ്ടി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ഫണ്ടിങ് വന്നാൽ റിക്രൂട്ട്മെൻറ്റുകൾ സ്റ്റാർട്ടാകൂ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻറ്റേർണലായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്കറിയില്ല. ചിലപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് അവരുടെ ഇതനുസരിച്ച് ബാക്കപ്പ് ഫണ്ടുകൾ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഫണ്ടുകൾ കൊണ്ടുവരാം, റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരാം, അതൊന്നും നമുക്കറിയില്ല. സോ നമുക്ക് ഇൻറ്റേർണലായിട്ട് കിട്ടിയ ന്യൂസാണ് ഇത്. നമുക്ക് ശരിക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് നമുക്കിത്. പക്ഷേ ഇതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്കറിയില്ല. സോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നമുക്ക് നോക്കാം. നമ്മുടെ UK ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിനെ സംബന്ധിച്ച് നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന പോലെ തന്നെയാണ് നമ്മുടെ NHSഉം അതുപോലെ അവരുടെ NHSൻ്റെ യൂണിയൻസും. സോ ഈ യൂണിയൻസ് നമ്മുടെ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ വലിയൊരു പങ്കാണ് അവർ വഹിക്കുന്നത്. UKയിലെ ഓരോ നേഴ്സിൻ്റെ മാത്രമല്ല, ഹെൽത്ത് ആൻഡ് കെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിൻ്റെയും ശബ്ദമാണ് നമ്മുടെ യൂണിയനുകൾ വഴി പ്രതിഫലിക്കുന്നത്. അപ്പം ഏകദേശം 5 ലക്ഷം സ്റ്റാഫുകളെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു യൂണിയനാണ് നമ്മുടെ RCN. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ നഴ്സസിനെയും ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും എല്ലാവരെയും സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും ആദ്യം റേസ് ചെയ്യുന്നൊരു യൂണിയൻ തന്നെയാണ് നമ്മുടെ RCN. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ RCNൻ്റെ പല ന്യൂസുകളും ഷെയർ ചെയ്തിരുന്നു. പുതിയ ഗവൺമെൻറ് ലേബർ പാർട്ടി വന്നതനുസരിച്ച് അവിടെ NHSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ആഴ്ചയിൽ 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻറ്റ്സ് നടത്തുക എന്നുള്ള ഒരു പ്രസ്താവന അവർ കൊണ്ടുവന്നിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് RCN കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി അയച്ചിരിക്കുന്നത്. അപ്പം
ഈ നമ്മുടെ ലേബർ ഗവൺമെൻറ് പറഞ്ഞ അനുസരിച്ച് ഇപ്പോഴുള്ള ഡൊമസ്റ്റിക് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് തന്നെ ഓവർ ടൈം ചെയ്തുകൊണ്ടും അല്ല ഓവർ ടൈം നടത്തിയും വീക്കെൻഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഷിഫ്റ്റുകൾ ചെയ്തുകൊണ്ടും ഈ ഒരു 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻ്റ് എന്നുള്ളൊരു ഗോള് അച്ചീവ് ചെയ്യാനാണ് പുതിയ ഗവൺമെൻറ്റും ഹെൽത്ത് സെക്രട്ടറിയും വെസ്റ്റ് ട്രീറ്റിംഗ് ഉൾപ്പെടെ ഉള്ളവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ് RCN പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ RCNൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ RCNൻ്റെ പ്രതികരണമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. NHS സ്റ്റാഫ് ഹാവ് നോട്ട് ഗിവൺ അപ്പ് ബട്ട് ദേ എക്സോസ്റ്റഡ് ആൻഡ് നീഡ് ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ടു ഹെൽപ്പ്. അപ്പോൾ അവർ മെയിൻ 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എ ഫെയർ പേ സെറ്റിൽമെൻറ്റ് ഫോർ ഓൾ ഈസ് ദ ഫസ്റ്റ് step into rescuing health and care services along with proper investment to boost recruitment and retention. We can't keep on asking the same dedicated health workers to do more with less. ഒരു ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു സെൻറ്റൻസ് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പം കിട്ടുന്ന ഒരു ശമ്പളം, ഇപ്പം കിട്ടുന്ന ഒരു പേ സ്കെയിൽ വെച്ചിട്ട് അവർ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതിലാണ്. വളരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു സ്റ്റാഫ് റേഷ്യോ വളരെ ഹൈ ആണ്. ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ഡെഡിക്കേറ്റഡ് സ്റ്റാഫിനെ വെച്ചിട്ട് വീണ്ടും കൂടുതൽ വർക്ക് ചെയ്യിച്ച് ഈ ഒരു അപ്പോയിൻമെൻറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലെന്ന് തന്നെ RCN വളരെ ശക്തമായിട്ടാണ് നമ്മുടെ ഹെൽത്ത് സെക്രട്ടറിയോട് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പം അവർ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിലും എത്രയും പെട്ടെന്ന് കയ്യിൽ നിന്നും ലേബർ ഗവൺമെൻറ് കയ്യിൽ നിന്നും വളരെ അർജൻറ്റായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവണമെന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഞാനത് സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ന്യൂസ് ലിങ്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ വായിച്ചു നോക്കുക. ഫെയർ പേ സെറ്റിൽമെൻറ്റ്, അതുപോലെ തന്നെ ബൂസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് റിറ്റൻഷൻ, ഈ 3 കാര്യങ്ങൾ അവർ അർജൻറ്റ് ആക്ഷനാണ് തേടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിൽ നമുക്കറിയാൻ സാധിച്ചത് RCNൻ്റെ ഹെഡ് നിക്കോളാസ് റേഞ്ചറും NHSൻ്റെ ചീഫ് ഹെൽത്ത് സെക്രട്ടറി അമാൻഡ പിച്ചാർഡും ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നാൽ നമുക്ക് കൂടുതലായിട്ട് റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനും സ്റ്റാഫിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇവരുടെ ലോങ് ടൈം വർക്ക് ഫോഴ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അതുപോലെ ഈ പറയുന്ന 40,000 അപ്പോയിൻമെൻറ്റ് എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാനും നമുക്ക് നെക്സ്റ്റ് വീക്ക് അറിയാൻ സാധിക്കും ഈ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ NHSൻ്റെ ഈ ഒരു 40,000 അപ്പോയിൻമെൻറ്റ് ടാക്കിൾ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ ആരംഭിച്ചു എന്നാണ് നമ്മുടെ ഹെൽത്ത് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അദ്ദേഹം നമുക്ക് ന്യൂസുകളിലൊക്കെ വന്നിരുന്നു. അവർ ഓൾറെഡി ട്രയൽ റണ്ണ് നടത്തി തുടങ്ങി. നമ്മുടെ ലീഡ്സ് ഹോസ്പിറ്റലും അതുപോലെ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലുമൊക്കെ അവർ ട്രയൽ റണ്ണ് നടത്തി തുടങ്ങി. ഈ നെക്സ്റ്റ് വീക്കിൽ ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓരോ അപ്ഡേറ്റുകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെ നെക്സ്റ്റ് വീക്കിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ റിക്രൂട്ട്മെൻറ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് ഓരോ മലയാളികൾക്കും ഉള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ നെക്സ്റ്റ് വീക്കിൽ വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ നമ്മുടെ വീഡിയോ കാണുന്നവർ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവർ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.